ഇസ്രായേൽ മണ്ണിനെ കാത്തുസൂക്ഷിക്കുന്ന ആകാശകവചമായ അയൺ ഡോം എന്ന പ്രതിരോധ സംവിധാനം നിലവിൽ വലിയ പരീക്ഷണത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു കാലത്ത് ലോകത്ത് തന്നെ ഏറ്റവും കൃത്യതയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമായി കണക്കാക്കപ്പെട്ട അയൺ ഡോമിന് നിലവിലെ സാഹചര്യം അതിൻ്റെ ശക്തിയും പരിമിതിയും തുറന്നു കാട്ടാനുള്ളതുകൂടിയായിരുന്നു. എന്നാൽ തുടർച്ചയായി നടക്കുന്ന റോക്കറ്റ് അറ്റാക്കുകളെ പ്രതിരോധിക്കാനുള്ള മിസൈൽ ക്ഷാമത്തിനിടയിൽ അയൺ ഡോമിന്റെ ഭാവിയെക്കുറിച്ച് പുതിയ ചർച്ചകൾ ഉയർന്നു വരികയാണ്. 2011 പ്രവർത്തനം തുടങ്ങിയ അയൺ ഡോം ദൂരത്തു നിന്ന് വരുന്ന റോക്കറ്റുകളും മോർട്ടാറുകളും ലക്ഷ്യമാക്കി നിലനിൽക്കുന്ന ശത്രു മിസൈലുകൾ തടയാനുള്ള സംവിധാനമാണ്. ഒരു റോക്കറ്റ് എവിടെയാണ് പതിക്കാൻ പോകുന്നത് എന്നത് കൃത്യമായി കണക്കാക്കുന്ന റഡാർ സംവിധാനമാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ജനവാസ കേന്ദ്രങ്ങളിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ പതിക്കാൻ സാധ്യതയുള്ള റോക്കറ്റുകളെ നേരത്തെ തിരിച്ചറിഞ്ഞ് താമിർ എന്ന പേരിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ തകർക്കുകയാണ് അയൺ ഡോമിന്റെ ലക്ഷ്യം. ഇതുവരെ ആയിരക്കണക്കിന് മിസൈലുകൾ തടയുന്നതിൽ അയൺ ഡോമിന് 90% വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. ഇതുമൂലം ജനങ്ങൾക്കും സർക്കാരിനും സുരക്ഷിതത്വത്തിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഓരോ ഇന്റർസെപ്റ്റർ മിസൈലും ഏകദേശം $50,000 ചെലവ്. വലിയ തോതിൽ നടക്കുന്ന ആക്രമണങ്ങൾക്കിടെ ദിവസേന 100 കണക്കിന് മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമാണിപ്പോൾ. ഇതിന്റെ ഫലമായി അയൺ ഡോമിന്റെ മിസൈൽ ശേഖരം വേഗത്തിൽ കുറയുകയാണ്. ഇസ്രായേലിൽ വിവിധ ഫാക്ടറികൾ രാത്രിയും പകലുമില്ലാതെ പുതിയ മിസൈലുകൾ നിർമ്മിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോ താമിർ മിസൈലും നിർമ്മിക്കാൻ വലിയ കൃത്യതയും കരുത്തും ആവശ്യമാണ്. അതിനാൽ ഈ ക്ഷാമം ഒരു ദിവസം കൊണ്ട് നികത്താൻ കഴിയില്ല. അമേരിക്കയുൾപ്പെടെ ചില രാജ്യങ്ങളിൽ നിന്ന് അടിയന്തര സഹായം പ്രതീക്ഷിച്ചെങ്കിലും അതിനുള്ള സമയം വലിയ പ്രശ്നമായി നിലകൊള്ളുന്നു. അയൺ ഡോം ഒരു സാങ്കേതിക സംവിധാനത്തിനപ്പുറം അത് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് ജനങ്ങൾ മുന്നോട്ടു പോകുന്നത്. സ്കൂളുകൾ, വീട്ടുവളപ്പുകൾ, ചന്തകൾ, നഗരത്തിലെ തിരക്കുള്ള ഇടങ്ങൾ എല്ലാം ഈ പ്രതിരോധ സംവിധാനം നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത്. ആ സുരക്ഷയുടെ തണൽ കുറയാൻ തുടങ്ങിയാൽ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഭയവും അസ്വസ്ഥതയും വർദ്ധിക്കും. ശത്രുക്കൾ ഈ സാഹചര്യത്തെ മനസ്സിലാക്കി ശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇതിലൂടെ അയൺ ഡോമിന്റെ പ്രവർത്തനശേഷിയും പ്രതികരണ സമയം പോലും പരീക്ഷിക്കപ്പെടുന്നു. ഇതോടെ ഇസ്രായേൽ കൂടുതൽ തന്ത്രങ്ങൾ തേടി മുന്നോട്ടു പോവുകയാണ്. നയതന്ത്ര തലത്തിൽ സഹായം അഭ്യർത്ഥിക്കാനും സൈനിക തലത്തിൽ കൂടുതൽ കണിശമായ നടപടി സ്വീകരിക്കാനും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇത്തരത്തിൽ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇസ്രായേൽ ഒരിക്കൽ കൂടി അതിന്റെ പ്രതിരോധ ശേഷി തെളിയിക്കേണ്ട സാഹചര്യത്തിലാണ്. അതിനുവേണ്ടി സൈന്യവും ഗവൺമെന്റും ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. പക്ഷേ സമയം വളരെ വിലപ്പെട്ടതായ സാഹചര്യത്തിൽ ഇനിയും വലിയ വെല്ലുവിളികളാണ് കാത്തിരിക്കുന്നത്. അയൺ ഡോം ഒരു യന്ത്രം മാത്രമല്ല, അത് ഇസ്രായേൽ ജനതയുടെ മനസ്സിലുള്ള സുരക്ഷിതത്വത്തിന്റെ പ്രതീകമാണ്. ആ പ്രതീകത്തിൽ വിള്ളലുണ്ടാക്കുന്നത് ഇസ്രായേലിനേൽക്കുന്ന വലിയ പ്രഹരമാണ്.